നസ്കർ ഇന്ന് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ്. PV അൻവറിനെ കുറിച്ച് തന്നെയാണ്. അൻവറിനെ സ്ഥാനാർത്ഥിത്വം കൊടുത്തത് ശരിയായില്ല എന്നൊരു തോന്നൽ കോൺഗ്രസ് നേതൃത്വത്തിന് പണ്ടേ ഉണ്ടായിരുന്നു. പക്ഷേ അൻവറിനെ അങ്ങനെ അവഗണിക്കാൻ കഴിയാത്തതുകൊണ്ട് അൻവറിന് സീറ്റ് കൊടുത്തതാണ്. അൻവർ ചോദിച്ചതൊന്നും അൻവറിന് കൊടുത്തില്ല. അൻവർ നിലമ്പൂരാണ് ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ അൻവറിന് തിരുവമ്പാടി വേണം, ഇതൊന്നും കൊടുത്തില്ല. ഏറ്റവും ഒടുവിൽ അൻവർ തൻ്റെ ഉറ്റ സുഹൃത്ത് ജലീലിനെ മാറ്റി നിർത്തിക്കൊണ്ട് UDFിൻ്റെ സ്ഥാനാർത്ഥിയായി തവനൂരിൽ മത്സരിക്കാൻ ശ്രമിച്ചു. പക്ഷേ VD സതീശൻ അൻവറിനെ പോലെ കളങ്കിതനായ ഒരുത്തനെ ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല എന്ന ഉത്തമ ബോധ്യത്തിൻ്റെ പുറത്ത് അതിന് വിസമ്മതിച്ചു. ഒടുവിൽ മറ്റൊരു നിവൃത്തിയുമില്ലാതെ അൻവർ ബേപ്പൂരിൽ മത്സരിക്കാൻ ഇറങ്ങി. കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റിൽ 12ലും ജയിച്ചിട്ടും ബേപ്പൂർ ജയിച്ചില്ല. ബേപ്പൂരിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ ഇടതുമുന്നണി ജയിച്ച ഏലത്തൂർ അടക്കമുള്ള മണ്ഡലങ്ങൾ CPMൻ്റെ കോട്ടക്കൊത്തളങ്ങളൊക്കെ വീണുപോയി. പക്ഷെ എന്നിട്ടും ബേപ്പൂരിൽ തോറ്റുപോയി. അതെന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക പലർക്കും ഉണ്ടായിരുന്നു. അത് അൻവറിനോടുള്ള എതിർപ്പ് കൊണ്ട് തന്നെയാണ്. അൻവർ വലിയ ഹീറോയാണെന്ന് സ്വയം ചിന്തിക്കുന്നതല്ലാതെ യഥാർത്ഥത്തിൽ അങ്ങനെയായിരുന്നില്ല. അതുകൊണ്ടാണ് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ കഴിഞ്ഞ ദിവസം ആ സ്ഥാനാർത്ഥിത്വം പാളിപ്പോയി എന്ന് കുമ്പസരിച്ചത്. ഇത് വലിയ വിവാദമായി. CPMകാർ ചാടിയിറങ്ങി അൻവറിനെ ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജലീലിനെ പോലുള്ളവർ രംഗത്തിറങ്ങി. എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എവിടെയോ പമ്മിയിരുന്ന അൻവർ വീണ്ടും രംഗത്തിറങ്ങി. അൻവർ ഇങ്ങനെ എഴുതി: ചതിച്ചതാരെ? ചന്തു തന്നെ. മഷിയിട്ട് നോക്കേണ്ട കാര്യമില്ല. ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ വിളിച്ചു പറഞ്ഞത് കേട്ടു. ബേപ്പൂരിലെ ജനങ്ങളും സഖാക്കളും എന്നെ വിജയിച്ചപ്പോൾ പരാജയപ്പെടുത്തിയത് ചേർത്ത് നിർത്താൻ ബാധ്യതപ്പെട്ടവർ തന്നെ. നിലവിലെ പ്രതിപക്ഷ നേതാവിനും കുടുംബാംഗങ്ങൾക്കുമെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വരുന്ന വാർത്തകൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ. അതിലൊരാൾ എനിക്കെതിരെ മത്സരിച്ച, നിങ്ങൾ വിജയിപ്പിച്ചു എന്ന് വീരവാദം മുഴക്കുന്ന സ്ഥാനാർത്ഥി തന്നെ. 1.5 വർഷമായി ഞാൻ നടത്തിയ പോരാട്ടത്തിൻ്റെ അർത്ഥവും സത്യവും വെളിവാകുന്ന രീതിയിൽ സത്യങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ്. ക്രിയാത്മക പ്രതിപക്ഷം എന്ന നിലയിൽ പിണറായിസത്തിനും മരുമോനസത്തിനും കുടുംബാധിപത്യത്തിനും എതിരായി ഞാൻ നടത്തിയ ഒറ്റയാൻ പോരാട്ടം തന്നെയാണ് 102 സീറ്റിൻ്റെ ഉയരത്തിലേക്ക് ചവിട്ടിക്കയറാൻ UDFിനെ പ്രാപ്തമാക്കിയത്. ആ 102ൽ എനിക്ക് ഗുരുതുല്യമായവരും അഭിവന്ദ്യരും സമാധാരണീയരുമായ വ്യക്തിത്വങ്ങളുണ്ട്. അവരോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിലേക്ക് മത്സരിച്ചാൽ പോലും കെട്ടിവെച്ച കാശ് തിരികെ ലഭിക്കാൻ സാധ്യതയില്ലാത്ത ബഹുഭൂരിപക്ഷം വരും വിജയിച്ചത് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പിണറായിസത്തിന് മുഖം മൂടി വലിച്ചു കീറി എൻ്റെ ആരോഗ്യവും ജീവനും സമ്പത്തും വകവെക്കാതെയും പരിഗണിക്കാതെയും സ്ഥാനമാനങ്ങൾ ത്യജിച്ചും രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാതെയും പൊതുസമൂഹത്തിന് മുന്നിൽ ഞാൻ തുറന്നു കാണിച്ചതുകൊണ്ടാണ് എന്ന് മറക്കരുത്. മലർന്നു കിടന്ന് തുപ്പുന്നവർ ഈ മുന്നണിയുമായി സഹകരിക്കാൻ ഭാവിയിലും തയ്യാറായേക്കാവുന്ന സംഘടനകൾക്കും വ്യക്തികൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും നൽകുന്ന സന്ദേശം എന്താണ് എന്നുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് പ്രചരണത്തിനെത്തിയ നിലവിലെ മുഖ്യമന്ത്രി ഒരു യോഗത്തിൽ വെച്ച് ബേപ്പൂരിൽ PV അൻവറിനെ വിജയിപ്പിച്ചാൽ ബേപ്പൂരിന് ഒരു സമ്മാനമുണ്ട് എന്ന് പറഞ്ഞതിലൂടെ മന്ത്രിസ്ഥാനം സ്വപ്നം കണ്ടവരുടെ ഉറക്കം കെട്ടിരുന്നോ എന്നതും പുനഃപരിശോധിക്കേണ്ടതുണ്ട്. ഇത് കണ്ടപ്പോൾ ബ്രൂട്ടസ് നെയ്യും എന്നെനിക്ക് തോന്നിയില്ല. കാരണം എനിക്കത് അന്നേ മനസ്സിലായതാണ്. പാളയത്തിലെ ചതിയും പിന്നിൽ നിന്നുള്ള കുത്തും ഏറെ വേദനിപ്പിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. എൻ്റെ നിശബ്ദമായി പിൻവാങ്ങലിന് കാരണം അതാണ്. ചേർത്ത് പിടിക്കേണ്ടവരാൽ ചതിക്കപ്പെട്ടു എന്ന് ഈ സമൂഹത്തോട് വിളിച്ചു പറയാൻ എനിക്ക് ജാള്യതയുണ്ട്. അതെൻ്റെ ചരിത്രപരമായ പാരമ്പര്യത്തിൽ നിന്നും ഉണ്ടായിത്തീരുന്നതാണ്. ഞങ്ങൾ ചതിച്ചതു തന്നെ എന്ന് വിളിച്ചു പറയാൻ ഉളുപ്പില്ലാത്തവർ ഉണ്ടെങ്കിൽ ഇനിയും പറയട്ടെ. പക്ഷേ രാവും പകലുമില്ലാതെ എൻ്റെ കൂടെ പ്രവർത്തിച്ച സാധാരണക്കാരായ പ്രവർത്തകരോടും അവരുടെ കുടുംബാംഗങ്ങളോടും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളോടും പിണറായിസത്തിനെതിരെ കൈകോർത്ത് തോളോട് തോൾ ചേർന്ന് നിന്ന് പോരാടിയ സഖാക്കളടക്കമുള്ള ആബാലവൃദ്ധം ജനങ്ങളോടുമുള്ള നന്ദിയും കടപ്പാടും എന്നും എൻ്റെ മനസ്സിൽ സുദൃഢമായിരിക്കും. നിങ്ങളുടെ സ്വന്തം PV അൻവർ. ഇന്ന് ഞാൻ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് DC സംബന്ധിച്ചു ഞാൻ പറഞ്ഞു എന്താണ് അടുത്ത്. ഞാൻ അടുത്ത ലക്ഷ്യം 13 ഔട്ട് ഓഫ് 13 ആണെന്ന്. അത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സ്മൈൽ സേബർ റസാഖ് മാഷും കടന്നു വരുന്നത്. അവരോട് പറഞ്ഞു 13ൽ 13. അപ്പോൾ ഒറ്റ വ്യത്യാസമുള്ളൂ, ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു, ഇവർ മലയാളത്തിൽ പറഞ്ഞു. ചർച്ച ചെയ്താണ്. ആ പ്രവർത്തനവുമായി ശക്തമായി മുന്നോട്ട് പോയി. സാറ് പറഞ്ഞു ഒരു കാര്യം സത്യമാണ്, വലിയതാരും വാർത്തയൊന്നാക്കരുത്. സ്ഥാനാർത്ഥി നിർണയം പഠിച്ചില്ലായിരുന്നെങ്കിൽ 13ൽ 13 നമ്മൾ ജയിച്ചേൻ എന്നുള്ള സത്യം ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട്. കോണി ചിഹ്നത്തിലോ കൈപ്പത്തി ചിഹ്നത്തിലോ ഒരാൾ മത്സരിച്ചിരുന്നെങ്കിൽ ഈ ജില്ലയിലെ വിജയം 100ൽ 100% സത്യം ഞങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പം നമ്മൾ ജയിച്ചു. സത്യം പറഞ്ഞാൽ അമ്പൂക്കയുടെ വിലാപം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സഹതാപം തോന്നി. പിണറായിയോടൊപ്പം തന്നെ ജനം തിരസ്കരിച്ച് തോറ്റമ്പി വീട്ടിലിരിക്കേണ്ടി വന്ന അമ്പൂക്ക ഇപ്പോഴും ആത്മവിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ 3 മാസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം ആദ്യമായി രംഗപ്രവേശം ചെയ്യുന്നത് കാണുമ്പോൾ ആർക്കാണ് ലജ്ജ തോന്നാത്തത്? പിണറായിക്കൊപ്പം തന്നെയാണ് അമ്പൂക്കയെ ജനം കണ്ടത്. അമ്പൂക്ക പിണറായിക്കെതിരെ രംഗത്ത് വന്നത് എന്തുകൊണ്ടാണെന്ന് നീതിബോധമുള്ള മനുഷ്യർക്കറിയാം. അമ്പൂക്കയോടൊപ്പം ആദ്യകാലങ്ങളിൽ കണ്ട ആൾക്കൂട്ടം തീവ്ര മതരാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവരായിരുന്നു. അതിനപ്പുറത്തേക്ക് സാധാരണ മനുഷ്യരുടെ ഒരു പിന്തുണയും അമ്പൂക്കയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ്
കോഴിക്കോട് ജില്ലയിലെ 13 സീറ്റിൽ 12 സീറ്റിലും ഇടതുമുന്നണിയെ തോൽപ്പിച്ചപ്പോൾ അമ്പൂക്കയെ ജയിപ്പിക്കാൻ ജനം മടി കാണിച്ചത്. അമ്പൂക്കയേക്കാൾ അർഹത പിണറായിയുടെ മരുമകനാണെന്ന് ജനം ചിന്തിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയി എന്ന് കോൺഗ്രസ് പാർട്ടിക്ക് കുമ്പസാരിക്കേണ്ടി വന്നത്. അതങ്ങനെ തന്നെയാണ്. അൻവറിന് പകരം മറ്റേത് കുറ്റിച്ചൂലിനെ കോണി ചിഹ്നത്തിലോ കൈപ്പത്ത് ചിഹ്നത്തിലോ അവിടെ മത്സരിപ്പിച്ചാലും ജയിക്കുമായിരുന്നു. അൻവർ ഇന്ന് പിണറായി സത്തിനെതിരെ താൻ പ്രഖ്യാപിച്ച യുദ്ധം വിജയിച്ചെന്നും താൻ മൂലമാണ് 102 സീറ്റ് UDF കിട്ടിയത് എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം തൊലിക്കട്ടിയുണ്ട് എന്നോർക്കണം. പിണറായി സം എന്ന പേരിട്ടത് മറുനാടനാണ്. അതാണ് പിന്നീട് ഈ നാട് ഏറ്റെടുത്തത്. കഴിഞ്ഞ 10 വർഷമായി പിണറായി സത്തിനെതിരെ പോരാടുന്നത് ഞങ്ങളാണ്. പിണറായി സത്തിൻ്റെ എല്ലാ പുഴുക്കുത്തുകളെക്കുറിച്ചും നീതി നിഷേധത്തെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും അഹങ്കാരത്തെക്കുറിച്ചുമൊക്കെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഞങ്ങളാണ്. പിണറായി സത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അൻവർ. സ്വജനപക്ഷപാതം നടത്തുക, ഗുണ്ടായുസം ചെയ്യുക, സർക്കാർ സ്വത്തുക്കൾ കയ്യേറുക, സ്വകാര്യ വ്യക്തികളുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കുക, മാധ്യമങ്ങളെ അടിച്ചമർത്തുക, ഇതിനൊക്കെ അൻവറിനെയാണ് പിണറായി മുമ്പിൽ നിർത്തിയത്. മറുനാടനെ നിശബ്ദമാക്കാനും പൂട്ടിക്കെട്ടാനും 2023 പിണറായി തുടങ്ങിയ യുദ്ധത്തിന്റെ പോസ്റ്റർ ബോയ് ആയിരുന്നു അൻവർ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പിണറായി സത്തിന്റെ എല്ലാ ദംഷ്ട്രകളും പല്ലുകളും പ്രകടിപ്പിച്ചുകൊണ്ട് പിണറായി സത്തിന് ഓശാന പാടി ഒടുവിൽ ആ കൂടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വരണമെങ്കിൽ നാണം വേണം. പിണറായി സത്തിന്റെ ഏറ്റവും വൃത്തികെട്ട രൂപമായിരുന്നു അൻവർ. ആ വൃത്തികേടിന്റെ മൂർധന്യത്തിലേക്ക് വളർന്നപ്പോൾ അർഹിക്കുന്ന ആനുകൂല്യം കിട്ടാതെ വന്നു. മന്ത്രിസ്ഥാനം കിട്ടിയില്ല. നിയമവിരുദ്ധമായി താൻ സമ്പാദിച്ച ധനത്തിനൊക്കെ സർക്കാർ സീൽ ചെയ്തു കൊടുത്തില്ല എന്ന് പറഞ്ഞാണ് രംഗത്തിറങ്ങുന്നത്. MR അജിത് കുമാർ എന്ന ADGP എല്ലാ വൃത്തികേടുകളും കാണിച്ചപ്പോൾ അയാൾക്കൊപ്പം നിന്ന് വൃത്തികേടുകൾക്ക് കുടപിടിച്ച ആളാണ്. പക്ഷേ എല്ലാ നിയമത്തിൻ്റെയും അതിർത്തികളെ ലംഘിച്ചുകൊണ്ട് മറുനാടനെ പൂട്ടിക്കെട്ടാൻ വർഗീയ വിഷം ചീറ്റുന്ന മനസ്സോടെ അൻവർ ഇറങ്ങിയപ്പോൾ അത് വിജയിച്ചില്ല. അത് അജിത് കുമാർ മനസ്സ് വയ്ക്കാത്തത് കൊണ്ടല്ല, പിണറായി കാലുവാരിയത് കൊണ്ടല്ല, നിയമത്തിനും ഭരണഘടനയ്ക്കും ഇവിടെ പ്രസക്തി ഉള്ളതുകൊണ്ടും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോടെ മറുനാടൻ ബുദ്ധിപരമായ കാര്യങ്ങൾ നീക്കിയതുകൊണ്ടുമാണ്. അതിൻ്റെ ഉത്തരവാദിത്വം മറുനാടനെ വേട്ടയാടാൻ നേതൃത്വം കൊടുത്ത അജിത് കുമാറിന്റെ തലയിൽ കെട്ടിവെച്ചാണ് അൻവർ പുറത്തേക്ക് വരുന്നത്. ഒന്നും നടക്കുന്നില്ലെങ്കിൽ മറുനാടിനെങ്കിലും പൂട്ടിക്കെട്ടി ആത്മാഭിമാനം വീണ്ടെടുക്കാമെന്ന് കരുതിയ അൻവറിനെ പാളിച്ചു പറ്റിയപ്പോൾ മറ്റൊരു നിവൃത്തിയുമില്ലാതെ പുറത്തേക്ക് പോരേണ്ടി വന്നു. പുറത്തു വന്നപ്പോൾ അൻവർ ചെയ്തത് എന്താണ്? പ്രതിപക്ഷത്തോട് സഹകരിക്കാതെ ഭരണമാറ്റത്തിന് താനില്ലെങ്കിൽ ഭരണമാറ്റമില്ല, താനില്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കില്ല എന്ന് കരുതി കോൺഗ്രസ് പാർട്ടിയെ തോൽപ്പിക്കാൻ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. ജനം തൂത്തെറിഞ്ഞു. ആഭ്യന്തരമന്ത്രി സ്ഥാനവും 3 സീറ്റും വേണം എന്ന് പറഞ്ഞ് പല രാഷ്ട്രീയ പാർട്ടികളുണ്ടാക്കി അൻവർ സ്വയം വിഡ്ഢിയായി. ഒടുവിൽ ധീരനായി VD സതീശൻ ചവിട്ടി നിലത്തിട്ടു. ഒരു നിവൃത്തിയുമില്ലാതെ ബേപ്പൂരിൽ മത്സരിച്ചിട്ട് അവിടെയും തോറ്റു. ആർക്കും വേണ്ടാതായപ്പോൾ ആഫ്രിക്കയിലേക്ക് വീണ്ടും മടങ്ങി എങ്ങനെയെങ്കിലും വളഞ്ഞ വഴിയിലൂടെ ധനസമ്പാദനത്തിന് ശ്രമിച്ചു. അതെല്ലാം പാളി ഇപ്പോൾ വീണ്ടും ഒരു തിരിച്ചുവരവിന് വേണ്ടി എത്തുന്നു. ഒരു കാര്യം അൻവർ തിരിച്ചറിയുക, അൻവറിനെ മുമ്പിൽ നിർത്തിയിരുന്നെങ്കിൽ, അൻവറിനെ മന്ത്രിയാക്കിയിരുന്നെങ്കിൽ, അൻവർ ജയിച്ചിരുന്നെങ്കിൽ, അൻവർ UDFന്റെ ഭാഗമാണ് എന്ന തരത്തിൽ മുമ്പോട്ട് പോയിരുന്നെങ്കിൽ UDFന് തിളങ്ങുന്ന വിജയം കിട്ടുമായിരുന്നില്ല. കാരണം പിണറായി സത്തിന്റെ വോട്ട് ചെയ്യാനിറങ്ങിയ ജനങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായ അൻവറിനെ തോൽപ്പിക്കണമായിരുന്നു. അതവർ ചെയ്തു. ഇപ്പോൾ നിലവിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. തിന്മയ്ക്ക് കിട്ടാവുന്ന ശിക്ഷയാണ് അൻവറിന് കിട്ടിയത്. ഇനി അൻവറിന് ഒരു തിരിച്ചു വരവില്ല. തിരിച്ചു വരാൻ നീതിബോധമുള്ള ജനത അംഗീകരിക്കുകയുമില്ല.